ഗുഡ് മോർണിംഗ് ഓൾ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ് സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ്. കഴിഞ്ഞ ക്ലാസ്സിൽ ലിസ്റ്റിംഗ് ഓഫ് സെക്യൂരിറ്റീസ് വരെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇന്ന് പറയുന്നതാണ് സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ്. സെക്ഷൻ 54 സ്വെറ്റ് ഇക്വിറ്റി ഷെയർസിനെ കുറിച്ചിട്ട് പറയുന്നത്. സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ് മീൻസ് ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂഡ് ബൈ ദി കമ്പനി ടു ഇറ്റ്സ് ഡയറക്ടേഴ്സ് ആൻഡ് എംപ്ലോയീസ് അറ്റ് എ ഡിസ്കൗണ്ട് ഓർ ഫോർ കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷ് for providing know-how or making available the rights in the nature of intellectual property rights or value addition. അതായത് സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ് എന്ന് പറഞ്ഞാൽ ഒരു ഇക്വിറ്റി ഷെയർ ആണ്. സ്വെറ്റ് മീൻസ് വിയർപ്പ് എന്നാണ് സ്വെറ്റിൻ്റെ മീനിങ്. അപ്പോൾ സ്വെറ്റ് ഇക്വിറ്റി ഷെയർ എന്ന് പറയുകയാണെങ്കിൽ ഒരു കമ്പനി ഇഷ്യൂ ചെയ്യുന്ന ഇക്വിറ്റി ഷെയർസ് ആണ്. ഇത് ആർക്കാണ് ഇഷ്യൂ ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഡയറക്ടേഴ്സിനോ അല്ലെങ്കിൽ എംപ്ലോയീസിനോ ആയിരിക്കും. ഒരു കമ്പനിയിലെ ഡയറക്ടേഴ്സോ എംപ്ലോയീസോ കമ്പനിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ആക്ടിവിറ്റീസൊക്കെ ചെയ്തിട്ട് കമ്പനിക്ക് പ്രോഫിറ്റ് ഉണ്ടായിട്ടുണ്ട്, അങ്ങനെ കമ്പനിക്ക് നല്ല ഒരു മെച്ചമുണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് അതുകൊണ്ട് അവർക്ക് കമ്പനി കൊടുക്കുന്ന ഇക്വിറ്റി ഷെയർസ്, ഇഷ്യൂ ചെയ്യുന്ന ഇക്വിറ്റി ഷെയർസാണ് സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ് എന്ന് പറയുന്നത്. ഈ സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ് ഒന്നെങ്കിൽ ഡിസ്കൗണ്ടിലോ അല്ലെങ്കിൽ കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷ് ഇല്ലാതെയോ ആയിരിക്കും, ഫ്രീ ആയിട്ടോ അവർക്ക് ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്യും. അതിനെയാണ് സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ് എന്ന് പറയുന്നത്. കാരണം എംപ്ലോയീസിൻ്റെ അല്ലെങ്കിൽ ഡയറക്ടേഴ്സിൻ്റെ അവരുടെ അധ്വാനം മൂലം കമ്പനിക്ക് ബെനിഫിറ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ കമ്പനി അവരുടെ ഇക്വിറ്റി ഷെയർസ് ഡിസ്കൗണ്ടിലോ അല്ലെങ്കിൽ ഫ്രീ ആയിട്ടോ ഇവർക്ക് ഇഷ്യൂ ചെയ്യുന്ന ഷെയർസാണ് സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ് എന്ന് പറയുന്നത്. ഇതിന് കുറച്ച് കണ്ടീഷൻസ് നോക്കണം ഈ ഒരു സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ. ഫസ്റ്റ് എന്ന് പറയുന്നത് സ്പെഷ്യൽ റെസൊല്യൂഷൻ ടു ദി എഫക്റ്റ് ഈസ് പാസ്ഡ് അറ്റ് എ ജനറൽ മീറ്റിംഗ് ഓഫ് ദി കമ്പനി. കമ്പനിയിലെ ജനറൽ മീറ്റിങ്ങിൽ ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ് ചെയ്യണം, എന്നാൽ മാത്രമേ ഇവർക്ക് സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ പറ്റുള്ളൂ. രണ്ടാമത്തെ എന്ന് പറയുന്നത് ദ റെസൊല്യൂഷൻ സ്പെസിഫൈസ് ദി നമ്പർ ഓഫ് ഷെയർസ്, ദ കറൻറ്റ് മാർക്കറ്റ് പ്രൈസ്, കൺസിഡറേഷൻ ഇഫ് എനി, ദ ക്ലാസ് ഓഫ് എംപ്ലോയീസ് ടു ഹൂം ദ ഷെയർസ് ആർ ടു ബി ഇഷ്യൂഡ്. നമ്മൾ ഈ റെസൊല്യൂഷനിൽ നമ്പർ ഓഫ് ഷെയർസ്, എത്ര ഷെയർസാണ് ഇഷ്യൂ ചെയ്യുന്നത്, അതുപോലെ ആ ഷെയറിൻ്റെ കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് എത്രയാണ്, അതിനെത്രയാണ് കൺസിഡറേഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ എത്ര പ്രൈസ് എത്രയാണ്, ആ കാര്യങ്ങളൊക്കെ ഈ ഒരു സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരിക്കണം. നെക്സ്റ്റ് എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് 1 year ഹാസ് പാസ്ഡ് സിൻസ് ദ ഡേറ്റ് ഓൺ വിച്ച് ദ കമ്പനി ബിക്കം എലിജിബിൾ ടു കമൻസ് ബിസിനസ് തുടങ്ങിയതിന് ശേഷം, ബിസിനസ് കമൻസ് ചെയ്തതിന് ശേഷം 1 year എങ്കിലും കഴിഞ്ഞിട്ടുള്ള കമ്പനീസിനാണ് സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് എന്ന് പറയുന്നതാണ് the equity shares of the company are listed on a recognized stock exchange. ഈ ഒരു ഇക്വിറ്റി ഷെയർസ്, സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നത് എപ്പോഴും റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലായിരിക്കും. അതായത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചോ അല്ലെങ്കിൽ ഇങ്ങനെ റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചിലായിരിക്കും ഈ സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നത്. നെക്സ്റ്റ് ടോപ്പിക് അല്ലെങ്കിൽ നെക്സ്റ്റ് ഷെയർ ആണ് റൈറ്റ് ഷെയർസ്. റൈറ്റ് ഷെയർസ് എന്ന് പറയുമ്പോൾ വെൻ എ കമ്പനി വാണ്ട്സ് ടു ഇൻക്രീസ് ഇറ്റ്സ് subscribed capital, the existing members have a right to be offered the shares. Such shares are known as right shares. അതായത് കമ്പനിക്ക് അവരുടെ ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ, അവരുടെ സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ആ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനിയിലെ എക്സിസ്റ്റ് ഷെയർ ഹോൾഡേഴ്സിന് തന്നെ ഷെയർസ് ഇഷ്യൂ ചെയ്യും. അങ്ങനെ ഇഷ്യൂ ചെയ്യുന്ന ഷെയർസാണ് റൈറ്റ് ഷെയർസ് എന്ന് പറയുന്നത്. A company having a share capital proposes to increase its subscribed capital by the issue of further shares within the limit of authorized capital. Its directors must first offer such shares to the existing shareholders of equity shares in proportion to the capital paid up their shares to the further issue. This is commonly known as right issue of shares. അതായത് കമ്പനി
എന്ത് ചെയ്യുകയാണ്, കമ്പനിയുടെ ഷെയർ ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുകയാണ്, സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുകയാണ്, കൂടുതൽ ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ട് സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുകയാണ്. പക്ഷെ അങ്ങനെ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഓതറൈസ്ഡ് ക്യാപിറ്റൽ ലിമിറ്റിനുള്ളിൽ തന്നെ അവർ ചെയ്യാൻ പറ്റുള്ളൂ, സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റും. ഓതറൈസ്ഡ് ക്യാപിറ്റൽ കൂടുതൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതിങ്ങനെ ഇഷ്യൂ ചെയ്യുന്ന ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഡയറക്ടേഴ്സിനോ അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിനോ ആയിരിക്കും. അങ്ങനെ ഇഷ്യൂ ചെയ്യുന്നതിനെയാണ് റൈറ്റ് ഇഷ്യൂ ഓഫ് ഷെയർസ് എന്ന് പറയുന്നത്. ഇനി ഈ ഒരു കമ്പനീസ് ആക്ട് പറയുന്നുണ്ട് ഫോളോയിങ് കണ്ടീഷൻസ് ഇതിന് നോക്കണം എന്നുള്ളത്. അതായത് അലോട്ട്മെൻറ്റ്, ഇങ്ങനെ ഒരു ഷെയർസ് അലോട്ട് ചെയ്യുമ്പോൾ കുറച്ച് കണ്ടീഷൻസ് നോക്കണം. ഫസ്റ്റ് എന്ന് പറയുന്നത് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ്. കമ്പനിക്ക് റൈറ്റ് ഷെയർസ് ഇഷ്യൂ ചെയ്യണമെങ്കിൽ അത് ആർക്കാണ് ഇഷ്യൂ ചെയ്യുക? എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിനാണ് ഇഷ്യൂ ചെയ്യാൻ പറ്റുള്ളൂ. രണ്ടാമത്തെയാണ് ബൈ നോട്ടീസ്. ഈ ഓഫർ നോട്ടീസ് പ്രകാരമായിരിക്കണം കൊടുത്തിട്ടുണ്ടായിരിക്കുന്നത്. അതിൽ സ്പെസിഫൈ ദി നമ്പർ ഓഫ് ഷെയർസ് ഓഫേർഡ് ആൻഡ് വിത്ത് ദി ടൈം ഇൻ വിച്ച് ഇറ്റ് ഷുഡ് ബി അക്സെപ്റ്റഡ്. അതായത് എത്ര ഷെയറാണ് ഇഷ്യൂ ചെയ്യുന്നത്, അതുപോലെ എത്ര ദിവസത്തിൻ്റെ ഉള്ളിൽ ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. അതായത് 15 ഡേയ്സ് തൊട്ടിട്ട് 13 ഡേയ്സിൻ്റെ ഉള്ളിൽ തന്നെ ഈ ഓഫർ അക്സെപ്റ്റ് ചെയ്യണം. പിന്നെ റിനൗൺസിയേഷൻ ഓഫ് അലോട്ട്മെൻറ്റ്. അതായത് ദ ആർട്ടിക്കിൾസ് ഓഫ് ദി കമ്പനി അതർവൈസ് പ്രൊവൈഡ് ദി aforesaid shall be deemed to include the right to exercisable by the person concerned to renounce the shares offered by him, any of them favoring of any other person, and the notice contain the statement of this right. അതായത് ഈ ഒരു കമ്പനിയിൽ ഈ ഒരു റൈറ്റ് ഇഷ്യൂ ചെയ്യുമ്പോൾ അവരുടെ അവകാശങ്ങൾ എന്തൊക്കെയാണ്, ഇത് ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ, ഇതെങ്ങനെയാണ് എക്സസൈസ് ചെയ്യേണ്ടത്, ആ കാര്യങ്ങളൊക്കെ ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കണം. നെക്സ്റ്റ് ഡിസ്പാച്ച് ഓഫ് നോട്ടീസ്. ഡിസ്പാച്ച് ഓഫ് നോട്ടീസിൽ പറയുന്നതാണ് ഈ നോട്ടീസ് ഡിസ്പാച്ച് ചെയ്യണം. ഈ ഒരു റൈറ്റ് ഇഷ്യൂ നടത്തുമ്പോൾ അത് രജിസ്റ്റേർഡ് പോസ്റ്റ് വഴിയോ അല്ലെങ്കിൽ സ്പീഡ് പോസ്റ്റ് വഴിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇലക്ട്രോണിക് മോഡ് വഴിയോ ഇത് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് നോട്ടീസായിട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കാം 30 ദിവസത്തിൻ്റെ മുന്നേ തന്നെ. നെക്സ്റ്റ് എന്ന് പറയുന്നതാണ് ഡയറക്ടേഴ്സ് പവർ, റൈറ്റ് ഓഫ് റിനൗൺസിയേഷൻ. അതായത് അവർക്ക് എന്തിനുള്ള റൈറ്റ് ഉണ്ട്? റിനൗൺസിയേഷനുള്ള റൈറ്റ് ഉണ്ട്. റിനൗൺസിയേഷൻ പറഞ്ഞാൽ ഇത് അക്സെപ്റ്റ് ചെയ്യണോ അല്ലെങ്കിൽ വേണ്ടയോ, അതിനുള്ളൊരു റൈറ്റ് ഈ ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കണം. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഡയറക്ടേഴ്സ് പവർ. ഡയറക്ടേഴ്സ് പവർ എന്ന് പറഞ്ഞാൽ ഈ ഒരു ടൈം എക്സ്പയർ ചെയ്താലും, ഈ നോട്ടീസിൽ പറഞ്ഞിട്ടുള്ള ടൈം എക്സ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇത് അക്സെപ്റ്റ് ചെയ്യണോ അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്ത ഷെയർസ് ഈ എക്സ്പയർ ചെയ്യുന്നതിൻ്റെ മുന്നേ ഡിക്ലൈൻ ചെയ്യാനുള്ള റൈറ്റും ഡയറക്ടേഴ്സിനുണ്ട്. നെക്സ്റ്റ് ഇഷ്യൂ ഓഫ് ടു എംപ്ലോയീസ്. അതായത് ഈ ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നത് ഇഷ്യൂഡ് ടു എംപ്ലോയീസ് അണ്ടർ സ്കീം ഓഫ് ആൻ എംപ്ലോയീസ് സ്റ്റോക്ക് ഓപ്ഷൻ സ്കീം. അതായത് ESOP വഴി ഇവർ എന്ത് ചെയ്യാം, എംപ്ലോയീസിനും ഈ ഒരു ഷെയർസ് ഇഷ്യൂ ചെയ്യാം. അങ്ങനെ ഇഷ്യൂ ചെയ്യണമെങ്കിൽ ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ കമ്പനി പാസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. നെക്സ്റ്റ് ഇഷ്യൂ ടു ഔട്ട്സൈഡേഴ്സ്. ഔട്ട്സൈഡേഴ്സിന് ഇഷ്യൂ ചെയ്യാം. കമ്പനിക്ക് ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ് ചെയ്താൽ ഔട്ട്സൈഡേഴ്സിനും ഈ ഒരു റൈറ്റ് ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് റൈറ്റ് ഷെയർസിനെ കുറിച്ചിട്ട് പറയുന്നത്. സെക്ഷൻ 62 റൈറ്റ് ഷെയർസിനെ കുറിച്ചിട്ട് മെൻഷൻ ചെയ്യുന്നത്. നെക്സ്റ്റ് ആണ് ബോണസ് ഷെയർസ്. ബോണസ് ഷെയർസ് are additional shares given to the current shareholders without any additional cost based upon the number of shares that a shareholders owns. അതായത് ഒരു കമ്പനിക്ക് ഒരു ലാർജ് റിസർവ് ഉണ്ടെങ്കിൽ, അങ്ങനെ റിസർവ് ഉണ്ടെങ്കിൽ കമ്പനി എന്ത് ചെയ്യും, അവരുടെ ആ ഷെയർ ബോണസ് ഷെയറായിട്ട് ഇഷ്യൂ ചെയ്യും. ഷെയർ ഹോൾഡേഴ്സിന് ബോണസ് ഷെയറായിട്ട് ഇഷ്യൂ ചെയ്യും. ഇത് ഇങ്ങനെ ഇഷ്യൂ ചെയ്യണമെങ്കിൽ, ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യണമെങ്കിൽ അവിടെ എന്ത് ചെയ്യണം, പ്രോഫിറ്റ് ഉണ്ടാവണം. ഈ ബോണസ് ഷെയർ അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റും അതുപോലെ കമ്പനിക്ക് റിസർവ് ഒന്നും ഇല്ലാത്ത സമയത്ത് ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യണമെങ്കിൽ കമ്പനിയുടെ പ്രോഫിറ്റ് അല്ലെങ്കിൽ റിസർവ് കൂടുതലായിരിക്കണം. ഈ ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർസ്, എങ്ങനെയൊക്കെയാണ് ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യുക? ഇറ്റ്സ് ഫ്രീ റിസർവ്. അതായത് എ കമ്പനി മേ ഇഷ്യൂ ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയർസ് ടു ഇറ്റ്സ് മെമ്പേഴ്സ് ഔട്ട് ഓഫ് ഇറ്റ്സ് ഫ്രീ റിസർവ്. ഫ്രീ റിസർവ്സ് ആയിട്ട് ഇഷ്യൂ ചെയ്യുക, അല്ലെങ്കിൽ സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട്, ആ സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ടിലേക്ക് റിസർവ് ചെയ്യാം, ഇഷ്യൂ ചെയ്യാം. അല്ലെങ്കിൽ ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ടിലേക്കും ഇത് ഇഷ്യൂ ചെയ്യാൻ പറ്റും.
നെക്സ്റ്റ് പറയുന്നതാണ് കാൾസ് ഓൺ ഷെയർസ്. വെൻ ഷെയർസ് ആർ ഇഷ്യൂഡ് ദ ടേംസ് ഓഫ് ഇഷ്യൂ മേ സ്പെസിഫൈ the installment by which the issue price shall be payable. A member of the company is bound to pay the nominal amount of share which he has purchased. അതായത് ഒരു കമ്പനി ഷെയർസ് ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ, ദ ടേംസ് ഓഫ് ഇഷ്യൂവിൽ ഷെയർസ് ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഇൻസ്റ്റാൾമെൻറ്റ് പ്രൈസ് എത്രയാണെന്ന് കറക്റ്റ് പറഞ്ഞിട്ടുണ്ടായിരിക്കണം. ഒരു കമ്പനിയിലെ മെമ്പർ ആ നോമിനൽ പേയേഴ്സ്, അയാൾ എത്രത്തോളം ഷെയർസ് വാങ്ങിയിട്ടുണ്ട് ആ ഷെയർസിൻ്റെ നോമിനൽ എമൗണ്ട് അവർ പേ ചെയ്യണം. അതിനെയാണ് കോൾസ് ഓൺ ഷെയർസ് എന്ന് പറയുന്നത്. അതായത് കമ്പനിയിലെ ഷെയർ വാങ്ങിയിട്ടുള്ള ആൾക്കാർ അതിനുള്ള എമൗണ്ട് പേ ചെയ്യണം. എത്ര ഷെയറാണ് അയാൾ വാങ്ങിയിട്ടുള്ളത് അതിനുള്ള എമൗണ്ട് പേ ചെയ്യണം. All monies payable by any member to the company shall be debt due from him to the company. But this liability arises only when a valid call is made by the company. അതായത് ഇങ്ങനെ വരികയാണെങ്കിൽ ഒരു കമ്പനിക്ക് എന്തുണ്ട്, ഒരു മെമ്പർ അയാൾ പർച്ചേസ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും, എല്ലാ ഷെയർസിൻ്റെയും എമൗണ്ട് ഇവർ പേ ചെയ്യണം. അങ്ങനെ ചെയ്യുന്ന ആ എമൗണ്ടിനെയാണ് കാൾസ് ഓൺ ഷെയർസ് എന്ന് പറയുന്നത്. ഇനി കാൾസ് ഓൺ ഷെയർസിൽ പറയുന്നതാണ് കാൾസ് ഇൻ അഡ്വാൻസ് വരുന്നുണ്ട്. Calls in advances section 50 of the Companies Act provides that a company may, if authorized by its articles, accept from any member the whole or a part of the amount remaining unpaid or on any shares held by him, although no part of the amount has been called up. This is known as payment in advance of calls or calls in advance. സെക്ഷൻ 15 കമ്പനീസ് ആക്ട് പ്രകാരം ഒരു കമ്പനി ഷെയർ ഇഷ്യൂ ചെയ്യുകയാണ്. അങ്ങനെ ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ അതിന് ഫസ്റ്റ് കോൾ, അതുപോലെ സെക്കൻഡ് കോൾ അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും. അങ്ങനെ ഈ ഒരു ഷെയർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഹോൾ എമൗണ്ട്, ഒരു മെമ്പർ ഹോൾ എമൗണ്ട് അല്ലെങ്കിൽ പാർട്ട് എമൗണ്ടോ പേ ചെയ്യുകയാണ്, മുൻകൂട്ടി നമുക്ക് പേ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് കോൾസ് ഇൻ അഡ്വാൻസ് എന്ന് പറയുന്നത്.